ഹായ് ആൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കമൻറ്റ് വായിച്ചു, അമുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് ഹലാൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതെ, ആ ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേക മതബോധത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണെന്നുള്ളത്. ശരിക്കും നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം മനുഷ്യത്വത്തെ കുറിച്ചിട്ടാണ്, അല്ലാതെ പ്രത്യേക ഒരു മതവിഭാഗത്തെ കുറിച്ചിട്ടല്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനിലെ മാനുഷിക നിയമത്തെ കുറിച്ച്. നമുക്കിതിനെ കുറിച്ച് മുഹമ്മദ് ഇക്ബാൽ ഷാ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കിയാലോ? മനുഷ്യ നിയമത്തിൽ മതങ്ങളില്ല, മതനിയമങ്ങളിൽ മനുഷ്യനുമില്ല. എല്ലാ മതനിയമങ്ങളും മനുഷ്യനിലേക്കുള്ള വഴികളാണ്. എന്നാൽ എല്ലാവരും വഴികളിൽ കുടുങ്ങിക്കിടന്ന് പ്രത്യേകം മതജീവികളായി മാറി തമ്മിൽ കലഹിക്കുന്നു. അവരിൽ മനുഷ്യൻ അകന്നു പോയിരിക്കുന്നു. ശരിയല്ലേ? മതജീവികളല്ലല്ലോ നമ്മൾ ആവേണ്ടത്, മനുഷ്യനല്ലേ? അതെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പൗരത്വ ബില്ല് വന്നത് കാരണം മുസ്ലിങ്ങളിൽ വിഘടിച്ച് നിൽക്കുന്ന സംഘടനകളായിട്ടുള്ള സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ മുസ്ലിങ്ങളായി. അതെ, അതുപോലെ തന്നെ കോവിഡ് കാരണം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും മനുഷ്യരുമായില്ലേ? അതെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ പ്രത്യേക മതവിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മെഡിക്കേഷൻസ് ആണ് ഉള്ളത്. മുസ്ലിമിന് ഇന്ന മെഡിക്കേഷൻ, ക്രിസ്ത്യന് ഇന്ന മെഡിക്കേഷൻ, ഹിന്ദുവിന് ഇന്ന മെഡിക്കേഷൻസ്, അങ്ങനെയാണോ? അല്ലല്ലോ. അതെ, ഡോക്ടർ എന്ത് രോഗമാണോ നിങ്ങൾ വരുന്നത് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻ നിങ്ങൾക്ക് തരുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഉള്ള മെഡിക്കേഷൻ ഇല്ല. അതെ, ബ്ലഡ് ബാങ്കിൽ പോവുക, ബ്ലഡ് ബാങ്കിൽ ഇന്ന ഷെൽഫിൽ മുസ്ലിമിൻ്റെ ബ്ലഡാണ്, അല്ലെങ്കിൽ ഇന്ന ഷെൽഫിൽ ക്രിസ്ത്യൻ്റെ ബ്ലഡാണ്, ഇന്ന ഷെൽഫിൽ ഹിന്ദുവിൻ്റെ ബ്ലഡാണ്, അങ്ങനെ ഒരു തരം തിരിച്ചിട്ടാണോ ബ്ലഡ് ബാങ്കിൽ? ഇല്ലല്ലോ. അതെ, എല്ലാ മനുഷ്യർക്കും അവരവരുടെ ബ്ലഡ് ഗ്രൂപ്പ് പ്രകാരമുള്ള ബ്ലഡ് എടുക്കും, അല്ലാണ്ട് വേറെ എന്താ ഉള്ളേ? പോട്ടെ, നമ്മൾ വിശന്ന് പൊരിഞ്ഞിട്ട് ഹോട്ടലിൽ കയറാം. അവിടെ ചെല്ലുമ്പോൾ മുസ്ലിമിന് ഇന്ന സ്ഥലത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം മുസ്ലിമിന്, ഹിന്ദുവിന് ഇന്ന ഭക്ഷണം, ക്രിസ്ത്യന് ഇന്ന ഭക്ഷണം, അങ്ങനെ ഒരു തരംതിരിവ് അവിടെ ഉണ്ടാവും. അതെ അതെ, എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും ഒരേ ഭക്ഷണം. അതെ, മതം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, ആരോഗ്യബോധം, സാമ്പത്തിക ബോധം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളെ കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ് അവരല്ലാത്തവരെ കൊണ്ട്. അതെ, നമ്മൾ ചിന്തിക്കുക, മുഹമ്മദ് ഇക്ബാൽ ഷാ പറഞ്ഞ പോലെ മതജീവിയായിട്ട് ജീവിക്കണോ അതോ മനുഷ്യനായിട്ട് ജീവിക്കണോ എന്നുള്ള കാര്യം. അതെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. അതെ, രക്തം ഒഴുക്കി കളയുക എന്നുള്ളത് മാത്രമാണ് ഹലാൽ സ്ലോട്ടറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യുമ്പോൾ കാരുണ്യത്തോടു കൂടിയായിരിക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഹലാൽ സ്ലോട്ടറിംഗ് ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലണം എന്ന് പറയാനുള്ള കാരണം. അതായത് കാരുണ്യത്തോടു കൂടി ചെയ്യണം എന്നർത്ഥം. അതെ, ജീവിതത്തിൽ എല്ലാ നേരത്തും നമ്മൾ ബിസ്മിയിലായിരിക്കണം നിലനിൽക്കേണ്ടത്. അതായത് കാരുണ്യവാനായി നിലനിൽക്കണം എന്നർത്ഥം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലുന്നുണ്ട്, നമ്മൾ ഹലാൽ സ്ലോട്ടറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലുന്നുണ്ട്. പക്ഷേ ഈ ചൊല്ലുക എന്നതിനപ്പുറം നമ്മളത് ആയിത്തീരുകയാണ് നമ്മൾ വേണ്ടത്. അതായത് കാരുണ്യവാനായി തീരുകയാണ് വേണ്ടത്, അല്ലാതെ അത് ചൊല്ലിപ്പറയേണ്ട ഒരു മന്ത്രമല്ല. അതെ, ഇങ്ങനെ കാരുണ്യവാനായിക്കൊണ്ട് ബിസ്മി ആയിക്കൊണ്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്തു നോക്കൂ, ഒരു നല്ല സർവീസ് ചെയ്തു നോക്കൂ, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ബിസ്മി ആയിക്കൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് അതിൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, നമ്മൾ കാരുണ്യവാനായിക്കൊണ്ട്, അതായത് ബിസ്മിയിലായിക്കൊണ്ട് ഒരു മൃഗത്തെ സമീപിച്ച് അതിൻ്റെ രക്തം പൂർണ്ണമായി പുറത്തേക്ക് വാർന്നു പോകുന്ന രീതിയിൽ ആ ഒരു മെത്തേഡിലൂടെ ഹലാൽ സ്ലോട്ടറിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അതിൻ്റെ പേര് ഹലാൽ സ്ലോട്ടറിങ് എന്ന് തന്നെയാണ്. അതെ, മനുഷ്യനായിട്ടുള്ള ആർക്കും ഹലാൽ സ്ലോട്ടറിങ് ചെയ്യാവുന്നതാണ്. അതെ, ഇനി ബിസ്മിയുടെ മഹാത്മ്യം ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാരുണ്യം ഒരാളിൽ ഉണർന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ഒരു മൃഗത്തെ സ്ലോട്ടർ ചെയ്യാൻ കഴിയില്ല. അതെ, മനുഷ്യത്വം എല്ലാവരിലും ഉണരട്ടെ. ബ്ലെസ് യു ഓൾ.